لله الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه على كل حال. اللهم صل وسلم على رسولك سيدنا المصطفى محمد وعلى آله وأصحابه وأزواجه وذريات سيدنا ومولانا محمد. اللهم إنا نسألك بحق الفاتحة المعظمة والسبع المثاني أن تفتح لنا كل خير، وبسورة الإخلاص والمعوذتين، وبحق هذا الجمع الكريم بارك لنا في تعلمنا وتعليمنا وتدريسنا. اللهم بارك في افتتاح الدرس فينا يا رب العالمين بركة تامة كما باركت على عبادك الصالحين. اللهم اجعلنا واجعل أهلنا هادين مهتدين غير ضالين ولا مضلين، هربا لأعدائك وسلما لأوليائك، نحب بحبك من أطاعك من خلقك ونعادي بعداوتك من خالفك من خلقك يا ذا الجلال والإكرام. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم علمنا ما ينفعنا وانفعنا وزدنا علما نافعا. اللهم وفقنا للتعلم والتعليم والتدريس والمطالعة لوجهك الكريم. اللهم اجعلنا من علماء الآخرة ولا تجعلنا من علماء السوء. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا، اللهم ربنا تقبل منا، اللهم ربنا تقبل منا إنك أنت السميع العليم، وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. ബഹുമാന്യരായ റഈസുൽ ഉലമ ഈ സുലൈമാൻ ഉസ്താദ് തവ്വലല്ലാഹു അംറഹു മഅൽ ആഫിയത്തി വസിഹ, അല്ലാഹു തആല അവിടുത്തെ തണലിലായി ദീർഘകാലം ഈ ഉമ്മത്തിന് ഖിദ്മത്ത് ചെയ്യാൻ അല്ലാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. സുൽത്താനുൽ ഉലമക്ക് അല്ലാഹു ആഫിയത്തോടുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. നമ്മുടെ നേതാക്കൾക്കും നമ്മുടെ സദാത്തുക്കൾക്കും നമ്മുടെ മുതഅല്ലിമീങ്ങൾക്കും നമ്മുടെ ദീനി പ്രവർത്തകർക്കും ഉമറാക്കൾക്കും അല്ലാഹു സിഹത്തും ആഫിയത്തോടുള്ള ദീർഘായുസ് അല്ലാഹു നൽകുമാറാകട്ടെ. ബഹുമാനപ്പെട്ട നമ്മുടെ റഈസുൽ ഉലമക്ക് സ്വാഗതമായി പറയുന്നത്, ഉസ്താദിന് അല്ലാഹു തആല ഒരുപാട് കാലം ദീർഘായുസ് നൽകുമാറാകട്ടെ എന്നൊരു ദുആ തന്നെയാണ്. ഉസ്താദിനെ ക്ഷണിക്കാൻ വേണ്ടി ഞങ്ങൾ പോയപ്പോൾ ഉസ്താദിന്റെ വിനയവും ഞങ്ങളോടുള്ള ആദരവും ആ പെരുമാറ്റവും ഒക്കെ മുമ്പേ അറിയാമെങ്കിലും ഒന്നുകൂടി ഹഠാതാകർഷിക്കുകയുണ്ടായി. ഈ ഒന്നുമല്ലാത്ത ഞാനും കൊല്ലമ്പാടിയുമാണ് ഉസ്താദിനെ ക്ഷണിക്കാൻ വേണ്ടി പോയത്. ഇൻഷാ അല്ലാഹ് ഉസ്താദ് വരാനേറ്റു. ആ സമയത്തെത്തി നമുക്ക് ഇങ്ങനെയുള്ള ഒരു വേദിയും മജ്ലിസും അള്ളാഹു ഒരുക്കി തന്നു. അള്ളാഹു ഖിയാമത്ത് നാൾ വരേക്കും ഈ ദർസ് ഇത് വലിയൊരു സ്ഥാപനമായി അള്ളാഹു നിലനിർത്തട്ടെ, വലിയൊരു സ്ഥാപനമായി അള്ളാഹു നിലനിർത്തട്ടെ. ഈ സമയത്ത് പ്രത്യേകിച്ച് ഞാൻ സ്മരിക്കുന്നത് എൻ്റെ വന്യരായ കാനക്കോട് ഉസ്താദിനെയാണ്. കാനക്കോട് ഉസ്താദിൻ്റെ ശിഷ്യന്മാർ ഒരുപാട് ഈ സദസ്സിലുണ്ട്. നമ്മുടെ റഫീഖ് സയ്യിദിയെ പോലെ ഞാൻ പോലും ക്ഷണിക്കാതെ കാനക്കോട് ഉസ്താദ് ഇന്ന് റഫീഖ് സയ്യിദി പോയപ്പോൾ തങ്ങളവിടെ പോകുന്നില്ലേ എന്ന് വെച്ച്. സത്യത്തിൽ റഫീഖ് സയ്യിദിക്ക് സംഗതി അറിയില്ല. ഞാൻ വിളിക്കാത്തത് കൊണ്ടല്ല, അയാൾ ഫോൺ വന്നാക്കി വെച്ചതുകൊണ്ടാണ്. 2 പ്രാവശ്യം വിളിച്ചപ്പോൾ ഫോൺ വന്നാക്കി വെച്ചതുകൊണ്ട് ഉസ്താദ് പറഞ്ഞു, അത്ര നീ പോണം, എൻ്റെ പകരമായിട്ട് പോണം എന്നൊക്കെ പറഞ്ഞു. വേറെന്തോ പറഞ്ഞു എന്ന് പറഞ്ഞാൽ എന്നോട് പറഞ്ഞിട്ടില്ല, സദസ്സിൽ പറയുമെന്ന് പറഞ്ഞു. അള്ളാഹു എന്താ. അപ്പോൾ ആ ഉസ്താദിന് അള്ളാഹു ആഫിയത്തോടു കൂടിയുള്ള ദീർഘായുസ് നൽകട്ടെ. ഉസ്താദ് ദീർഘായുസിന് വേണ്ടി ദുആ ചെയ്യണ്ട എന്നാണ് ഞങ്ങളോട് എപ്പോഴും പറയാറ്. എന്നാലും ഞാൻ മറികടന്നുകൊണ്ട് പറയാണ്,
ഞങ്ങൾക്കൊരുപാട് നമ്മുടെ ഇപ്പോൾ ഇവിടെ മുത്തബ്ബൽ പഠിക്കാൻ വേണ്ടി വരുന്ന കുട്ടികൾക്ക് 2 വർഷത്തോളം വലിയ കിതാബുകൾ ദർസ് നടത്തിയിരുന്നത് ബഹുമാനപ്പെട്ട കാനക്കോട് ഉസ്താദാണ്. ഉസ്താദിന്റെ വീട്ടിൽ പോയി അങ്ങോട്ട് ദർസ് എല്ലാവിധത്തിലും ഒരു മനുഷ്യന്റെ സുഹൃദ് എന്ത് എന്ന് അന്വർത്ഥമായി ജീവിതത്തിൽ പകർത്തിയ ആളാണ് ഉസ്താദ്. ഉസ്താദ് ഇല്ലാത്തത് കൊണ്ടാണ് ഞാനിത് പറയുന്നത്. ഉസ്താദിന്റെ ശിഷ്യന്മാർ ഉള്ളത് കൊണ്ട് ഞാൻ പറയുന്നത്. ഉസ്താദിന് ആ വീട് കെട്ടിച്ചു കൊടുക്കാൻ ഞങ്ങളടക്കം പോയി ചോദിച്ചപ്പോൾ ഉസ്താദ് ഒത്തില്ല. ആ ജനലിന് ഒരു കൊതുവല ഇടാൻ പോലും ഉസ്താദ് സമ്മതിക്കാത്ത ഉസ്താദാണ്. ഒന്നും വേണ്ട, ശിഷ്യന്മാർ കൈമടക്കിയാൽ ഇപ്പം മിനിഞ്ഞാന്നും ഞാൻ മടക്കാറില്ല, മടക്കിയപ്പോൾ തിരിച്ച് സന്തോഷത്തോടു കൂടി സ്വീകരിച്ച് തിരിച്ചെൻ്റെ കയ്യിലേക്ക് തിരിച്ചു തന്നു. എന്നോട് പറഞ്ഞു, എൻ്റെ മക്കളൊക്കെ ഇപ്പോൾ ഉഷാറാണ്, ഇപ്പം നിങ്ങളെ പൈസ ഒന്നും ആവശ്യമില്ല. ഇപ്പോൾ ഉള്ളും പുറവും ഒരുപോലെയുള്ള ആ ഉസ്താദിൻ്റെ ഞാൻ പറഞ്ഞത്, എനിക്കെന്തെങ്കിലും 2 അക്ഷരം പറഞ്ഞു തന്നതും ഒന്നീ ജനങ്ങളോട് എന്തെങ്കിലും 2 കാര്യം പറയാൻ പറ്റുന്നതും നിങ്ങളോട് ഇങ്ങനെയൊക്കെ സംവദിക്കാൻ പറ്റുന്നതിൻ്റെ ഒക്കെ പിന്നിലുള്ള സിറ് ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാദർ മദനി കാനക്കോട് ഉസ്താദ് അവറുകളാണ്. അള്ളാഹു താല അവിടുത്തേക്ക് വലിയ ഫള് അള്ളാഹു ഏറ്റിക്കൊടുക്കുമാരാകട്ടെ. അവിടുത്തെ ശിഷ്യന്മാരിൽ ഒരുപാട് ആൾക്കാർ ഇവിടെയുണ്ട്, അൽഹംദുലില്ലാ. പിന്നൊന്ന് നമ്മുടെ ആലപ്പുഴ ബാത്തിഷാ സഖാഫിയെ പറ്റി പറയണ്ട, എല്ലാവരും അയാൾ വിളിക്കൽ തങ്ങൾ എന്നാണ്. അപ്പം ഞാൻ പറയലുണ്ട്, മുജാവറത്തിൻ്റെ ബന്ധമായിട്ട് തങ്ങളായിട്ടുണ്ടാവുന്നു. ഏത് തങ്ങന്മാരാണ്, പ്രത്യേകിച്ച് താജുൽ ഉലമ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങളെ ഉസ്താദിൻ്റെ ഏത് ചെറിയ പരിപാടി മൗലൂദ് ഉണ്ടെങ്കിലും നമ്മളെ ഈ വെളുത്ത താടി വെച്ച ആ മനുഷ്യൻ ഇവിടെ ഹാജറായി കാണും. ബാത്തിഷാ സഖാഫി അള്ളാഹു തആല ദീർഘായുസ്സ് കൊടുക്കട്ടെ. എനിക്ക് ഈ വിഷയത്തിൽ വളരെയേറെ സന്തോഷവും അതുപോലെ തന്നെ വളരെയേറെ എനിക്ക് ഊർജ്ജവും നൽകിയ വലിയൊരു വ്യക്തിത്വമാണ്. പിന്നെ നമ്മുടെ ഫാറൂഖ് സഖാഫി ഉസ്താദ് മുബരാണ് ഇതിൻ്റെ കോർഡിനേറ്റ് ചെയ്യുന്നത്, നമ്മുടെ നോളജ് സിറ്റിയുടെ എന്താ സബക്കിൻ്റെ കാര്യങ്ങളും മറ്റുമൊക്കെ. പിന്നെ മുഹമ്മദ് അലി സിൽക്കർപൂർ സഖാഫി, ഇന്ന് ഉദ്ഘാടനത്തിനായി ഞാൻ അത്രയും ഇവിടുന്ന് വരണോ, ഞാൻ ക്ലാസ്സിന് വന്നോളാം എന്ന് ഇന്നലെ വിളിച്ചു പറഞ്ഞപ്പോൾ വേറെ ഏതോ ഒരു ദർസ് ഉണ്ട്, അതുകൊണ്ട് അത് മുടക്കി വേണമെങ്കിൽ ഞാൻ വരാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അതാവശ്യമില്ല, ഇനി ക്ലാസ്സിന് ഒരാഴ്ചയിൽ 2 ദിവസം വന്ന് ഇവിടെ ക്ലാസ് എടുക്കാൻ വേണ്ടി ഞങ്ങളോട് ഏറ്റതാണ്. മറ്റ് ഈ ഉസ്താദുമാരുടെയൊക്കെ നമ്മളെ മൂറുമതിനെ പറ്റി ഉള്ള സക്കരിയ വൈസിയെ പോലെ ഉമർ സഖാഫിയെ പോലെ അതുപോലെ എല്ലാവരെയും പേരെടുത്ത് പറയാനില്ല. എല്ലാവരും ഈ വിഷയത്തിൽ എനിക്ക് വലിയ പിന്തുണയും പ്രോത്സാഹനവും അറിയിച്ചവരാണ്. ഇതിലൊക്കെ ഏറ്റവും കൂടുതൽ പ്രോത്സാഹനം പറഞ്ഞ ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ AP ഉസ്താദ് മറക്കാൻ കഴിയില്ല. ഞാൻ കഴിഞ്ഞ കൊല്ലം തുടങ്ങാൻ വിചാരിച്ച ദർസായിരുന്നു. ഉസ്താദിനോട് പോയിട്ട് ബുഖാരി സബക്ക് നടത്തി കുട്ടികൾ എഴുന്നേൽക്കുന്ന സമയത്താണ് ഞാൻ അവിടെ എത്തിപ്പെടുന്നത്. ഇത്ര ആരോഗ്യമില്ല അന്ന്, ഇന്ന് കാണുന്ന ആരോഗ്യം അന്നില്ല. അതായത് ആ നല്ലോണം തയ്യാറായ ആ സമയത്താണ്. ഞാൻ ഉസ്താദിനോട് ഇരുത്തിയിട്ട് ഞാൻ പറഞ്ഞു, എനിക്കിങ്ങനെ ഒരു മുത്തബ്ബൽ കോഴ്സ് 1 കൊല്ലത്തെ തുടങ്ങണമെന്നുണ്ട്, എൻ്റെ ഉപ്പാപ്പമാരെ പേരിൽ തന്നെ അത് വരണമെന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഉസ്താദിൻ്റെ ഒരു പുഞ്ചിരിയോട് കൂടി എന്നോട് പറഞ്ഞു, ആരോടും തുടങ്ങണ്ടെന്നാണ് ഇപ്പോൾ ഞങ്ങൾ പറയുന്നത്, പിന്നെ തങ്ങളല്ലേ, തങ്ങളാകുമ്പോൾ അറുഫാണല്ലോ, ഉസ്താദിൻ്റെ ഭാഷയിൽ തന്നെ പറയാം, അത് അറുഫാണല്ലോ, അതുകൊണ്ട് എനിക്കൊന്നും പറയാം. അപ്പം ഞാൻ പറഞ്ഞു, അങ്ങനെ പറഞ്ഞാൽ പോരാ, നിങ്ങളൊരു ജ്യേഷ്ഠനായി കാണുന്ന ആളാണ്. ഞാൻ ഇന്നലെ കൊല്ലമ്പാടി ഉണ്ടായി, ഞാൻ പറഞ്ഞു നിങ്ങളൊരു ജ്യേഷ്ഠൻ, ഞാനൊരു അനുജനാണ്, അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ പറഞ്ഞു, മിനിഞ്ഞാന്ന് ഏതായാലും ഞാൻ 24-ാം തീയതി ആ ഭാഗത്തേക്ക് വരുമ്പോൾ ഒന്ന് വന്ന് കയറി പോകാം, സുലൈമാൻ ഉസ്താദിനെ കൊണ്ട് തുടങ്ങിക്കോളൂ. പിന്നെയാണ് സുലൈമാൻ ഉസ്താദിൻ്റെ അടുത്ത് പോകുന്നത്. എല്ലാവർക്കും അള്ളാഹു, ഈ ഉസ്താദുമാർക്കൊക്കെ അള്ളാഹു വലിയ ആഫിയത്തും സിഹത്തും താലീമും തക്രീമും അള്ളാഹു പ്രദാനം ചെയ്യുമാരാകട്ടെ. ഇപ്പോൾ നമ്മുടെ ഈ പള്ളി അൽഹംദുലില്ലാ മുടിപ്പിൻ്റെ ഒരു ചരിത്രമാണിത്. പള്ളിയും ഒരു ചരിത്രമാണ്, ഇവിടുത്തെ നോമ്പ് തുറയും ഒരു ചരിത്രമാണ്, ഇതും ഒരു ചരിത്രം. ഈ നാട് അള്ളാഹു വലിയ ബറക്കത്തുള്ള നാടാക്കി മാറ്റുമാരാകട്ടെ. ഇവിടെ നമ്മളെ സ്നേഹിക്കുന്ന ധാരാളം മുഅ്മിനുകളുണ്ട്, അവർക്ക് അള്ളാഹു തആല വലിയ ബറക്കത്തും നിഅമത്തും അള്ളാഹു ഏറ്റിക്കൊടുക്കട്ടെ. അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ഈ പ്രകാശം അള്ളാഹു കടാവിളക്കായി ഖിയാമത്ത് നാൾ വരെ അള്ളാഹു നിലനിർത്തട്ടെ. ഒരുപാട് ഉസ്താദുമാർ ഇതിൻ്റെ ചുറ്റുഭാഗത്തുണ്ട്, അവർക്കൊക്കെ വലിയ തേന്നുകരുന്ന ഒരു പുഷ്പമായി അള്ളാഹു ഇതിനെ മാറ്റുമാരാകട്ടെ. ഇൻഷാ അള്ളാഹ് നമുക്ക് ഉസ്താദിൻ്റെ ഉദ്ഘാടനമാണ്, കൂടുതൽ ആരും ക്ഷണിക്കുന്നില്ല. ഒറ്റ വാക്ക് പറയാൻ നമ്മൾ റഫീഖ് സാദിയെ ക്ഷണിക്കുന്നു. എന്തിനാണെന്നറിയില്ല, ഉസ്താദിൻ്റെ അടുത്ത് വന്നപ്പോൾ എന്നോട് പറഞ്ഞു, അതുകൊണ്ട് ക്ഷണിക്കുന്നു. ബാക്കി ഒരുപാട് സാധാത്തുക്കളുണ്ട്, ആരെയും ക്ഷണിക്കുന്നില്ല. ഉസ്താദിൻ്റെ ഉദ്ഘാടനമാണ്. കാരണം ഇത് കഴിഞ്ഞിട്ട് ഉടനെ
എത്ര മണിക്കാണ് ട്രെയിന്? 5:40 എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഏതാണ്ട് 1 മണിക്കൂർ വേണം. അപ്പോൾ 4:40 ആകുമ്പോഴത്തേക്കും ഉസ്താദിനെ വിടണം. എത്രയായി? ഇൻഷാ അല്ലാഹ് ചെറിയ സമയമാണുള്ളത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ, വലിയ മുബറക്കായ സദസ്സിലാണ് ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. റയീസുൽ ഉലമ ഉസ്താദ് അവർക്ക് അല്ലാഹു ആഫിയത്ത് കൂട്ടി കൊടുക്കട്ടെ. ആ മുഖം കാണാൻ അവസരം ലഭിച്ച, ഭാഗ്യം ലഭിച്ചവരാണ് നമ്മളൊക്കെ. നാളെ സ്വർഗത്തിലും കാണാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഞാനിന്ന് സുഖമില്ലാതെ തൊണ്ടവേദന കൊണ്ട് കിടക്കുമ്പോൾ 8:30 മണിക്ക് ഉസ്താദ് വിളിച്ചിട്ട് സലാമൊന്നും പറഞ്ഞിട്ട് പോകുന്നില്ലെന്ന് വെച്ചു എന്നോട്. ഞാൻ ആ ചോദ്യത്തിൽ അന്തം വിട്ടുപോയി, എന്താണെന്ന് അറിയില്ല. ഞാൻ എവിടെ കാണും ഉസ്താദെന്ന് വെച്ച്. നമ്മൾ അശ്രഭങ്ങളിൽ നിന്ന് കുഴച്ചു തുടങ്ങിയല്ല, നീ ഫോണെടുത്തേക്കെന്ന് പറഞ്ഞു എന്നോട്. ഞാൻ ഒന്നും മിണ്ടിയില്ല. അപ്പോൾ എന്നോട് പറഞ്ഞ് അശ്രഭതങ്ങൾ വലിയ സ്ഥാനത്തെത്തിയ ആളാണ്, വലിയ പദവിയിലെത്തിയ ആളാണത്. ഞാൻ അദ്ദേഹത്തെ പുസ്തകം പറയാൻ ഞാൻ ഫഖർ പറയല്ല, വലിയ സ്ഥാനത്തെത്തിയ ആൾ. എന്നാലും പാവപ്പെട്ട എൻ്റെ അടുത്തേക്ക് എപ്പോഴും ഓടി വരും. ആ ഉസ്താദിയത്തിൻ്റെ ഒരു ബന്ധം ഓടി വരും. ഇവിടെയും ഇന്ന് രാവിലെ വിളിച്ചിരുന്നു, സ്ഥാപനം തുടങ്ങാൻ വേണ്ടി ഞാൻ സമരം ചോദിക്കാൻ വേണ്ടി വന്നിരുന്നു. പക്ഷേ ഞാൻ പോകുന്നില്ല, നിങ്ങൾക്ക് അറിയാലോ, ഞാൻ പോകുന്നില്ല. എൻ്റെ പകരണക്കാരനായിട്ട് നീ പോകണം. എന്നിട്ട് ആ സദസ്സിൽ നീ ദുആ ചെയ്യണം. എന്താ ദുആ? പടച്ചോനെ, ഉഖ്റവിയായ ഉലമാഇനെ വാർത്തെടുക്കുന്ന വലിയ സ്ഥാപനമാക്കി ആ സ്ഥാപനത്തിനെ വളർത്തണേ അല്ലാഹ് എന്നവിടെ ദുആ ചെയ്യണമെന്ന് ഉസ്താദ് ഏൽപ്പിച്ച ദുആയാണ് ഞാനിപ്പോൾ ഇവിടെ ദുആ. എൻ്റെ ദുആ അല്ല, ഉസ്താദിൻ്റെ ദുആയാണ്. അല്ലാഹു തആല അത് സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു അത് സ്വീകരിക്കുമാറാകട്ടെ. നിങ്ങൾ ഉസ്താദിനെ കുറിച്ചൊന്നും പറയുന്നില്ല. എപ്പോഴും എങ്ങനെ ഇതിനെ വളർത്തിയെടുക്കണം, ഒരൊറ്റ ചിന്ത. അതിൻ്റെ പിന്നിൽ ആരാണോ കൂടുന്നവർക്കൊക്കെ പ്രോത്സാഹനം നൽകി ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, തങ്ങൾക്ക് ഇതിനെ വളർത്തിയെടുക്കണം. അതിന് പിന്നാലെ നമ്മളൊക്കെ കൂടിയാൽ എന്തിനും തങ്ങൾ റെഡിയാണ്. തങ്ങൾ എല്ലാത്തിനും റെഡിയാണ്. നേരത്തെ പറഞ്ഞു പൈസ തരില്ല, അതെല്ലാം തങ്ങൾ റെഡിയാണ്. പക്ഷേ ഇതിന് ഉഷാറാക്കി എടുക്കണം. അതിനുവേണ്ടി ഇൻഷാ അല്ലാഹ് നമ്മളെല്ലാവരും തങ്ങളെ പിന്നിൽ കൂടണം. ഉസ്താദിൻ്റെ എല്ലാവിധ സന്തോഷങ്ങളും അനുഗ്രഹങ്ങളും ഈ സദസ്സിലേക്ക് അറിയിച്ചിട്ടുണ്ട്. വലിയ ഉസ്താദിനിക്ക് അല്ലാഹു തആല ആഫിയത്ത് കൊടുക്കട്ടെ. തങ്ങൾ ഉസ്താദിനിക്ക് അല്ലാഹു തആല ദീർഘായുസ്സും സന്തോഷം നൽകട്ടെ. റഈസുൽ ഉലമ ഉസ്താദ് അവർക്ക് അല്ലാഹു ആഫിയത്ത് നൽകി കുറേ കാലം അവിടുത്തെ തണൽ ഞങ്ങൾക്ക് ഇനി നൽകണം റഹ്മാനെ. അവിടുത്തെ മകൻ, അതുപോലെ ഉസ്താദ് അടക്കമുള്ള നിരവധി പേര് അല്ലാഹു എല്ലാവർക്കും റാഹത്തും സന്തോഷം നൽകട്ടെ റഹ്മാനെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഉസ്താദ് കുരുമാക്കിയാണ് മൂപ്പര് പറഞ്ഞ് ബുഖാരി ഓതിത്തരാൻ ഞാനും അറിയാനല്ല, ഓതാൻ നിങ്ങൾ പറയുന്നില്ല. പക്ഷേ റസൂലുള്ളാഹിന്റെ സഹിയായ ഹദീസാണെന്ന് ഉറപ്പായ ഹദീസായതുകൊണ്ട് ആ പുണ്യം കിട്ടാൻ വേണ്ടി ഓതാണ് എന്ന് പറഞ്ഞാണ് ബുഖാരി തുടങ്ങി തന്നെ. അതുകൊണ്ട് നമ്മൾ ചെയ്യുക, ബുഖാരിയുടെ മുഴുവനും സഹിയാണ്. ഏതെങ്കിലും വല്ല റിവായത്തിനും എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ ഹസൻ്റെ മർത്തബയിലെത്തിക്കൊണ്ട് കഥ കൊണ്ട് സഹിയിലേക്ക് ആക്കി മാറ്റും മൂപ്പര്. അങ്ങനത്തെ ഒരാളാണ് മഹാനായ ബുഖാരി ഇമാം കേട്ടോ. അപ്പോൾ ബുഖാരി എന്ന് പറഞ്ഞാൽ വലിയ ബർക്കത്താക്കപ്പെട്ട കിതാബാണ് സഹീഹുൽ ബുഖാരി എന്ന് പറഞ്ഞാൽ കേട്ടോ. ഇതിന് വരെ ഷറഹുകൾ ഉണ്ട്. അതിൽ കാര്യമായ വലിയൊരു ഷറഹാണ് ആരെ ഫത്ഹുൽ ബാരി എന്ന് പറഞ്ഞ കിതാബ്. മഹാനായ ഇബ്നു ഹജർ അസ്കലാനി തങ്ങൾ ഉണ്ടാക്കിയ ഷറഹ് വലിയ ഷറഹാണ്. അതിൻ്റെ നുസ്ഖനെ പറ്റി വന്നപ്പോൾ നമ്മൾ വിരിക്കണില്ല, അതിന് നേരില്ല. ഞങ്ങൾ തലൊന്ന് വായിച്ച തകർന്നുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والعاقبة للمتقين والصلاة والسلام على سيدنا محمد صلى الله عليه وسلم وآله وصحبه أجمعين. أما بعد، قال الشيخ الإمام الحافظ أبو عبد الله محمد بن إسماعيل بن إبراهيم بن المغيرة بن
മുഖദ്ദിമായിട്ട് പറഞ്ഞത് കൈബക്കാന വധുവിലായി. അതിന് മുമ്പ് അബ്ദോ സലാത്തോ ഇതൊന്നും ചൊല്ലിയില്ല ബുഖാരിമാം. അത് സലാത്ത് അബ്ദ് എന്നൊക്കെ പറഞ്ഞാൽ ബിസ്മില്ലാഹി എന്നിപ്പോൾ അതിൽ അബ്ദോട് തുടങ്ങി റഹ്മാൻ റഹീം എന്ന് പറഞ്ഞ് പിന്നെ കൈബക്കാന വധുവിലായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി റസൂലുള്ളാഹി തങ്ങളെ കൊള്ള വയ്യൻ്റെ അവിടേക്ക് എങ്ങനെയാണ് ഉണ്ടായത് എന്ന് പറഞ്ഞാൽ കൗലുല്ലാഹി തആല അല്ലാഹു തആലയുടെ കൗലിൻ്റെയും ബാബാണ്. അല്ലാഹു തആലയുടെ കൗൽ എന്താണ്? ഇന്നാ ഔഹൈനാ ഇലൈക കമാ ഔഹൈനാ ഇലാ നൂഹിൻ വന്നബിയ്യീന മിൻ ബഅദി. ആ കൗല് അതിൻ്റെ മുഖദ്ദിമ. നമ്മൾ തങ്ങളെ കൊള്ള അറിയിച്ച് അതുപോലെ നൂഹ് നബിയെ കൊള്ളയും അതിൻ്റെ ശേഷമുള്ള അമ്പിയാക്കന്മാരെ കൊള്ളയും അറിയിക്കപ്പെട്ട മാതിരി തന്നെയാണ് തങ്ങളെ കൊള്ള അറിയിച്ചത് എന്ന് പറഞ്ഞപ്പോൾ കൈബക്കാന വധുവല്ലോ ഈ എന്നൊരു മറുപടിയായ മാതിരിയായി ഈ ആയത്ത്. എങ്ങനെ വഴി മുമ്പുള്ള ബാഗ് വഴി അറിയിച്ച മാതിരിയാണ്. അപ്പം അതിലൊരു കാര്യം പഠിക്കാറുണ്ട്. എന്താണ്? മുമ്പുള്ള അമ്പിയാക്കന്മാർക്ക് വഴി അറിയിച്ചപ്പോൾ അവരെ കൗമുകൾ അവരെ എതിർക്കലും മറ്റും കാണുന്നല്ലോ എന്ന മാതിരി തങ്ങളും ഹിദായത്ത് വെച്ച് വരുമ്പോൾ കുറേ കൂട്ടക്കാർ എതിർപ്പും മറ്റുമൊക്കെ ഉണ്ടാവും, കുറേ ത്യാഗം സഹിക്കേണ്ട ആവശ്യമുണ്ടാവും എന്ന് ഒരു മുന്നറിയിപ്പും കൂടിയാണ് ഈ ആയത്തോട് കൊടുത്തിട്ട് അർത്ഥം. പിന്നെ ആദ്യമായിട്ട് കൊടുക്കണ ഹുമൈദിയോ ഹുമൈദിൻ്റെ പേര് അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു. يحيى بن سعيد الأنصاري رضي الله عنه قال أخبرني محمد بن إبراهيم التيمي رضي الله عنه أنه سمع القمار رضي الله عنه محمد بن وقاص رضي الله عنه الليثي يقول سمعت عمر بن الخطاب رضي الله تعالى عنه على المنبر إن سمعت رسول الله صلى الله عليه وسلم يقول إنما الأعمال بالنيات وإنما لكل امرئ ما نوى فمن كانت هجرته إلى دنيا يصيبها أو إلى امرأة ينكحها فهجرته إلى ما هاجر إليه. ഈ ഹദീസ് ഈ ബുഖാരിയിൽ 7 സ്ഥലത്ത് കൊടുത്തിട്ടുണ്ട്. ഹദീസ് അല്പം വ്യത്യാസമൊക്കെ ഉണ്ട്. ഇതിലിപ്പോൾ ഒരു ഫിക്കറില്ല. പിന്നെ ഒരിക്കലും തീരുമാനമോ ومن كانت هجرته إلى الدنيا يصيبها وهجرته إلى الله ورسوله وهجرته إلى الله ورسوله എന്നത് അത് ഇല്ല, ഒരു തരപ്പേയുള്ളൂ. അങ്ങനെ പല കോലത്തും ഈ ഹദീസുണ്ട്. ഏതായിരുന്നാലും ഈ ഹദീസ് പിന്നെ മുഖദ്ദിമായി കൊടുത്ത് എന്താ കാര്യമായിട്ടുള്ളത് എന്ന് അതാണ് കൊള്ള പോകാനെന്നതാണ് ഇരുന്നുകൊണ്ട് ഉദ്ദേശിക്കേണ്ടത്. അവിടെ ഇരുമേതാവുള്ളൂ, ഇഖ്ലാസിൻ്റെ ഇൽമാവുള്ളൂ എന്നറിയിക്കാൻ വേണ്ടിയാണ് കളിക്കുന്നതിന് ഈ ഹദീസ്. എല്ലാ കിതാബിലും ഈ ഹദീസൊക്കെ കൊടുക്കും. അത് കൈബക്കാന വധുവിലായി എന്ന് പറഞ്ഞതിൻ്റെ മുത്താബക്കത്തുണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്. ഇങ്ങനെ വധുവിലായി നബി സല്ലല്ലാഹു അലൈഹി ഞങ്ങളുടെ കാലം ചെറുപ്പം മുതൽക്ക് തന്നെ അള്ളാഹിനെ കൊണ്ട് ഉള്ള ഇജനാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹിക്ക് അല്ലാഹു തആല ഏത് കൊടുത്തത്? ഈ നബുവത്ത് എന്ന വലിയ സ്ഥാനം കൊടുത്തത് എന്നുള്ളതും കൂടി അതിൽ മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ ഇഖ്ലാസോടുകൂടെ ആയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഉപരിഭാഗത്തേക്ക് കയറ്റിക്കൊണ്ടുപോകും. ഉണ്ടോ? എന്നാണിപ്പോൾ ഈ മഹാനായ സയ്യിദ് അവിടെ ഒരു പള്ളി ഉണ്ടാക്കി. ഈ പള്ളി അന്നാൻ്റെ പൊരുത്തത്തിന് വേണ്ടിയുള്ള പള്ളി അതായത് അന്നാൻ്റെ പൊരുത്തത്തിനുള്ള പള്ളിയാണ്. അന്ന് മസാജ് ഇല്ല എന്നാണ്. അപ്പോൾ അങ്ങനെ പള്ളി ഉണ്ടാക്കിയ കൂലിൻ്റെ ഓർമ്മ ഇഖ്ലാസ് ഉണ്ടായാൽ അതിൻ്റെ വൃത്തിയും കൂലി ഉണ്ടാവും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് നല്ലൊരു സ്ഥാപനമായിട്ട് ഖിയാമത്ത് വരെ നിലനിർത്തിയിട്ട് ഈ സയ്യിദ് അവർക്ക് താജുൽ ഉലമയുടെ പ്രധാന ശിഷ്യനാണ്. താജുൽ ഉലമയുടെ മതം കൊടുക്കട്ടെ, പിന്നെ ദീർഘായുസ്സും കൊടുക്കട്ടെ അല്ലാഹു സുബ്ഹാനഹു വ തആല. പിന്നെ താജുൽ ഉലമാനെ എനിക്ക് സ്വന്തം ചെലവിൽ സ്ഥലത്താണ് ആഗ്രഹമുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ താജുൽ ഉലമ പറഞ്ഞാൽ ഞങ്ങൾ ഗൾഫ് പോയി കായ് ഉണ്ടാക്കി പോരി പറഞ്ഞിട്ടില്ലേ? പറഞ്ഞാണ് ഉണ്ടാക്കി പോയി ചിലവർ പോയി പൊളിഞ്ഞു വരുന്നുണ്ട്. അങ്ങനെ വാക്ക് സാധിച്ച് ഞാൻ അതിൽ വെച്ച് വന്ന് സാധനമൊക്കെ ഉണ്ടാക്കാനുള്ള സമ്പാദ്യങ്ങളൊക്കെ ഉണ്ടാക്കി അങ്ങനെ നമുക്ക് എനിക്ക് താജുൽ കുരുത്തും പറ്റുന്ന കിട്ടിയിരിക്കുന്നു. അപ്പോൾ അങ്ങനെ മഹാനഗരുടെ ഈ ദർസ് നിങ്ങളെല്ലാവരും ചെയ്യണം. ഇതിൽ പങ്കുകൊള്ളണമെന്ന് പറഞ്ഞാൽ കുട്ടികളെ പഠിക്കാനായിരിക്കും വേണം. നിങ്ങൾ
ചോദിക്കില്ല, ചോദിക്കേണ്ട ആവശ്യമില്ല അവർക്ക്. അങ്ങനെയാണ് പറയാല്. അപ്പം അതുകൊണ്ട് നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ പൂർണ്ണമായിട്ട് നടത്തിയിട്ട് ഈ സ്ഥാപനം എന്നും ഈ വിളിച്ചെന്നും ഇവിടെ കാണണം. ഞാൻ അള്ളാഹു താല നോക്കി കഴിക്കട്ടെ. നിങ്ങളെല്ലാവരും ഞാൻ കാണിക്ക് ഞാൻ പോകാം. അസ്സലാമു അലൈക്കും. ഉസ്താദിന്റെ മകൻ അബ്ദുൽ മജീദ് അൻസരി ഹാഫിൽ അബ്ദുൽ നജീബ് അൻസരി ഉസ്താദിന്റെ പ്രഭാഷണമുണ്ട്. ഇൻഷാ അല്ലാഹ്. Pero